ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എത്തിയത് കോഴിക്കോട് കുന്ദമംഗലം കട്ടേകലിന്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഫാമിന്റെ പ്രത്യേകത ഇവിടെ ഗപ്പി ഉണ്ട്, നമ്മളെ ബെറ്റാസ് ഉണ്ട്, പിന്നെ ഏഞ്ചലും ഉണ്ട്. ഏറ്റവും കൂടുതൽ ബെറ്റാസ് ആണ് ഈ ഫാമിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കട്ടേകലിന്റെ അടുത്തുള്ള ഈ ഒരു ഫാമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ പേരെന്താണ്? എന്റെ പേര് ധ്രുവജ്. മോനാരെന്താ? ധ്രുതിൻ. ഫാമിന്റെ പേര് ധ്രുതിൻ ബെറ്റാസ് എന്നാണ്. ധ്രുതിൻ ബെറ്റാസ്. അപ്പോൾ ബെറ്റാസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് അല്ലേ? എത്ര ഐറ്റം ബെറ്റാസ് ഉണ്ടാവും? ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ട്. ഉണ്ടാവും അല്ലേ? ഗപ്പികളോ? ഗപ്പികള് ഒരു 7 വെറൈറ്റീസ് ഉണ്ട്. 7 വെറൈറ്റി ഗപ്പികളുണ്ട്. ഏഞ്ചലോ? ഏഞ്ചൽ ഇപ്പം 8 വെറൈറ്റി ഏഞ്ചൽ. 8 വെറൈറ്റി ഏഞ്ചൽ. അപ്പോൾ നമ്മൾ എല്ലാം വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ബെറ്റാസിന്റെ കൂടുതലായിട്ട് നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. ബാക്കി നമ്മളെ ഏഞ്ചൽ ഗപ്പികളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അതിന്റെ വിശദമായിട്ട് ഓരോ ബെറ്റാസും സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് ഇന്ന് മെയിനായിട്ട് പറയുന്നത് ഗപ്പി, ഏഞ്ചൽ, പിന്നെ ബെറ്റാസിന്റെ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ബെറ്റാസിന്റെ ആ ഒരു ക്ലോസ് ഷോട്ടുള്ള വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കില്ല. നോക്കാം. അപ്പോ എന്താ പേര് പറഞ്ഞുപോയി? ധ്രുവജ് എന്നാണ് പേര്. അപ്പൊ ധ്രുവജ് നമ്മളിപ്പോ ഇവിടെ ബേസിൽ അക്വറിയത്തിലാണ് ചെയ്യുന്നത് അല്ലേ? അതെ, ബേസിൽ അക്വറിയത്തിലാണ്. വീടിന്റെ സൈഡില്? അതെ, വീടിന്റെ സൈഡിൽ തന്നെ. ഓക്കെ. ബേസിലൊക്കെ നമ്മളെ ഗപ്പികളാണോ? ഗപ്പി ഉണ്ട്, ഏഞ്ചൽസും ഉണ്ട്. ഏഞ്ചൽ ബേസിലാണ് ചെയ്യുന്നത്? ബേസിലും ചെയ്യുന്നുണ്ട്. ഒരു ഫ്രെയിം അടിച്ചിരിക്കുകയാണ് അല്ലേ? അതെ, ഫ്രെയിം അടിച്ചാണ്. പിന്നെ വേറെ സ്ഥലത്തുണ്ടോ ചെയ്യുന്നുണ്ടോ? വേറെ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ. ബെറ്റാസിന്റെ വലിയ സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അല്ലേ? അതെ, തീർച്ചയായും. ഫ്രണ്ട്സ്, ബെറ്റാസിന്റെ ഒരു ഗംഭീര സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. എല്ലാം വലിയ സൈസ് ആയതാണ് കേട്ടോ. നല്ല വലിയ ടെയിൽ ആയതാണൊക്കെ. ഇതൊക്കെ നമുക്ക് കൊടുക്കാമല്ലേ? ഇതൊക്കെ അതേമാതിരി കൊടുക്കാം. വലിയ സൈസിലുള്ള ബെറ്റാസ് ആണ് ഓരോ ഗ്ലാസ്സിലും ആക്കിയത്. അപ്പൊ ശരി, 10-15 വെറൈറ്റികൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഗ്ലാസ്സിക്ക് എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ ഗപ്പികൾ നോക്കാം അല്ലെ? 7 ഐറ്റം ഗപ്പികൾ. അപ്പൊ നമുക്ക് ആ 7 ഐറ്റം ഗപ്പികൾ നമുക്ക് ഗ്ലാസ്സിക്ക് എടുത്തിട്ട് നമുക്ക് അതിന്റെ മാർക്കറ്റ് റേഞ്ച് ഒക്കെ എന്താന്ന് നോക്കി നോക്കാം. ഓക്കെ. നമ്മൾ ഏത് ഐറ്റമായി നോക്കാൻ പോകുന്നത്? ഇത് പ്ലാറ്റിനം കോയി ഡംബോയർ ആണ്. അതെ, നല്ലോണം ക്യാപ്പ് ഇറങ്ങുന്നതാണ്. ഒരു നമുക്ക് സ്റ്റേബിൾ ഒരു 90% നമുക്ക് ഇതേപോലെ തന്നെ ഇറങ്ങും. അല്ലാണ്ട് ക്യാപ്പ് ഇല്ലാണ്ട് നമുക്ക് ഇറങ്ങുന്നത്. അതെ. പിന്നെ നല്ല പക്ക ക്വാളിറ്റി. അതെ, പക്ക ക്വാളിറ്റി ആയിട്ടാണ് കയറുന്നത്. ഇയറും നല്ല കളറും ആണ്. അതെ. ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 to 200 റേഞ്ച് ആണ് വരുന്നത്. ചില സമയത്ത് ഇത് ഹോൾസെയിൽ കൊടുക്കാനുണ്ടാവും. ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. അതെ, പ്രത്യേക പ്രൈസ് ഉണ്ടാവും നമുക്ക്. പർപ്പിൾ ബെറി ഡ്രാഗൺ ഉണ്ട്. അതെ. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്. ഈ ബേസിൽ നമുക്ക് ഇത്രയും ഉണ്ടാവില്ലേ? അതെ. നമ്മൾ പിന്നെ എയറേഷൻ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു 100ഓളം ഉണ്ട്. ഫിൽറ്റർ ആണ് ഉപയോഗിക്കുന്നത്? അതെ, ഫിൽറ്റർ ഉണ്ട്. അപ്പൊ അതാകുമ്പോ നമുക്ക് എത്ര വേണമെങ്കിലും ഒരു ഞാൻ ഇപ്പൊ 100 കീപ്പ് ചെയ്യുന്നത്. അതെ, ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. അതെ, ആയിക്കൂടി 30 ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് കൊള്ളുന്നത്. ഇതിനകത്തുള്ളത് ബേസിലും ഉണ്ട്. അതെ. ഇത് പിന്നെ 100% ക്വാളിറ്റി ഇതേ തന്നെയാണ്. അതെ. ഇത് നമുക്ക് ഹോൾസെയിലും കൊടുക്കാനുണ്ട്. ഇത് 100 to 150 ആണ്. 100 to 150 ആണ് മാർക്കറ്റ് റേഞ്ച് വരുന്നത്. വൈറ്റ് ഡംബോയർ. ഇതിപ്പോ എത്ര ശതമാനം? ഇത് നല്ല 100% തന്നെ കിട്ടും? 100%. ഓക്കെ, ഇതൊക്കെ കിട്ടും. എന്തായിരിക്കും മാർക്കറ്റിലൊക്കെ റേഞ്ച് വരുന്നതിന്? 250 to 300 ഒക്കെ ആ റേഞ്ചിലാണ് മാർക്കറ്റിൽ അല്ലേ? മോനത് നമുക്ക് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ? റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. അടുത്ത ഫുൾ ഗോൾഡ് ആണ്. ഫുൾ ഗോൾഡ്. അത് നമുക്ക് കുറച്ച് പീസുകളിലും ബാക്കിയെല്ലാം സെയിലായി പോയാണ്. അതെ, ഇത് മാർക്കറ്റിൽ 100 to 150 ആണ് റേഞ്ച് വരുന്നത്. അതെ. ശരിക്കും 916 ഒരു ഗോൾഡ് കളറിനാണ് കിട്ടുക ഏകദേശം? അതെ, ഏകദേശം വരുന്നുണ്ട്. പ്യുവർ അല്ല, എന്നാലും ഒരു ഗോൾഡ് തന്നെയാണ് വരുന്നത്. 916ലേക്ക് പോകുന്നില്ല. ഇല്ല, നമ്മളെ പഴയതാണ്. ചെറിയൊരു ഇതാണ് മേലിൽ കാണിക്കുന്നത്. അതെ. ഇത് ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ ആണ് വരുന്നത്. അതെ, നല്ല ബോഡി ലെങ്ത് വരും അല്ലേ? അതെ, ബോഡി ലെങ്ത് ഉണ്ട്, തിക്നെസ്സും ഉണ്ട്. അതെ. ഇത് പഴയ മോഡൽ അല്ല വരുന്നത്? അതെ, പഴയ മോഡലാണ് വരുന്നത്. ഡാർക്ക് ആയിട്ട് നമുക്ക് എങ്ങനെയാണ്? കറക്റ്റ് സ്റ്റേബിൾ അല്ലേ? കറക്റ്റ് സ്റ്റേബിൾ ഇല്ല, വേറെ ഒന്നും ഇറങ്ങുന്നില്ല. എന്തൊരു മാർക്കറ്റ് റേഞ്ച് ഒക്കെ? അത് 150 to 200 ആണ്. അതെ. എങ്ങനെയാ ഇവിടെ നമ്മളെ ഗപ്പികൾ ഒക്കെ ബേസിൽ തന്നെ ചെയ്യുന്നത്? അതെല്ലാം ബേസിൽ തന്നെയാണ്. പിന്നെ നമ്മള് ഇതിനെ പിന്നെ മാറ്റിയിടാണ് ചെയ്യുക മക്കളെ. അതായത് ഫീമെയിലിനെ നമ്മളൊരു ബേസിലാക്കി
മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് നമ്മൾ മൊയിനെയോ ആർട്ടിമയോ കൊടുത്തതിന് ശേഷം പിന്നീട് അപ്പം മക്കൾ അധികം കഴിക്കത്തിണ്ടാവില്ല. പിന്നെ നമ്മൾ മക്കളെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ വെള്ളം തന്നെ സെയിം വെള്ളം തന്നെ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്യും. മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിടും. അതല്ല ഫീമെയിൽ നമ്മൾ വേറെലേക്ക് മാറ്റിയിടും. മക്കൾ ഇവിടെ കീപ്പ് ചെയ്തതിന് ശേഷം ഫീമെയിലിനെ മാറ്റണം, ആ ബ്രൂഡ് മാറ്റിയിടും. ആ ടാങ്ക് തന്നെ വളരും. അവർക്ക് മൊയിന ആർട്ടിമ ചെയ്യും. കൊടുക്കുന്നത് അല്ലേ? അതെ, ഗപ്പികൾക്ക് ആർട്ടിമിയ, മൊയിന അങ്ങനെയാണ് എല്ലാം കൊടുക്കുന്നുണ്ട് നമ്മൾ. അതെ, പലറ്റ് ഫീഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളത് മൊത്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ബേസ് തന്നെ ചെയ്യുന്നത്? ഒക്കെ ബേസ് തന്നെയാണ്. കൂടുതൽ ചെയ്യാൻ പിന്നെ കുറച്ച് നമ്മളെ ടാങ്കിലുണ്ട്. നമ്മളെ പർപ്പിൾ ബെറിയും പിന്നെ കോയും ടാങ്കിലുണ്ട്, മുകളിലത്തെ ടാങ്കിലുണ്ട്. അതെ, അത്യാവശ്യം കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ ഗപ്പികൾക്കൊക്കെ കംപ്ലീറ്റ് ഫിൽട്രേഷൻ കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ ഫിൽട്രേഷൻ ഗപ്പികൾക്ക് കൂടുതൽ കണ്ടിട്ടില്ല. അപ്പൊ ഇത് കൊടുത്തിട്ട് ഇപ്പൊ എന്താ നല്ല മാറ്റം ഉണ്ടോ? നമുക്ക് കൗണ്ട് കൂട്ടി നമുക്ക് വളർത്താൻ പറ്റും. അതായത് നമുക്ക് അതെ ഇപ്പം സെയിലിനുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു ഷോപ്പുകാരൊക്കെ ചോദിച്ചാൽ നമ്മൾ 100 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി. അതെ, അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മറ്റേ ഈ വീക്കിലി വാട്ടർ ചേഞ്ച് ഉണ്ട്. വാട്ടർ ഒരു 30% ചേഞ്ച് ചെയ്താൽ മതി. അതെ, ഫിൽറ്റർ ചെയ്തോണ്ട് നല്ല ഇതുണ്ട് അല്ലേ? അതെ അതെ, അത് അടിയിൽ ഒന്നും ഒരു വേസ്റ്റ് അതെ വേസ്റ്റ് ഒന്നുമില്ല. അതെ അതെ അതെ. ഈ താഴെ കിടക്കുന്നതിലൊക്കെ എന്തിനാ? ഇതൊക്കെ എന്താ? അത് പർപ്പിൾ ബെറി തന്നെയാണ്. അതെ അതെ അതെ, ആ രണ്ടും പർപ്പിൾ ബെറിയാണ്. അതെ അതെ. ഫുൾ റെഡ് ആണ് വരുന്നത്, എല്ലാ ഭാഗവും റെഡ് ആണ്. പിന്നെ ഇത് എപ്പോഴും ഇവിടെ ആളുകൾ ചോദിച്ചു വരുന്ന ഐറ്റം നല്ല ഹൈഡോസ്, നല്ല ഹൈഡോസിനും ഉണ്ടാവും, ഇതിനുണ്ടാവും. ഇതെന്താ ഒരു മാർക്കറ്റ് റേഞ്ച്? 150 to 200 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. മാർക്കറ്റ് റേറ്റ് വരുന്നത് അല്ലേ? ഗ്ലാസ് എടുത്തത് ഇത് ബ്ലൂ കൊയ് ആണ്. ബ്ലൂ കൊയ്. അതെ അതെ അതെ. ഇത് സൈഡ് പ്രിന്റ് വരുന്നുണ്ടല്ലേ അതിന്? സൈഡിൽ ചെറിയൊരു ഇതുണ്ട്, പ്രിന്റ് വരുന്നുണ്ട്. അതെ, മേല് പ്രിന്റ് കാണിക്കുന്നുണ്ട്. അതെ അതെ അതെ. ഇതിപ്പോ എങ്ങനെയൊക്കെ എത്ര ശതമാനം കിട്ടും? സ്റ്റെബിലിറ്റി ഒരു 90% ഓക്കെയാണ്. അതെ, ബ്ലൂ കോയ് കിട്ടുന്നുണ്ട്. മെയില് ചെറിയ സൈസ് ആവും അല്ലേ? മെയിൽ ചെറിയ സൈസാണ് വരുന്നത്. അതെ അതെ. പിന്നെ നമുക്ക് കുറച്ച് പീസുകളിലും അവൈലബിൾ. പിന്നെ കുറച്ചൊരു ഇതുണ്ട്, 250 റേഞ്ചാണ്, 250 to 300 റേഞ്ചാണ് വരുന്നത്. അതെ അതെ അതെ. ഇനി നമുക്ക് ഏഞ്ചലിലേക്കാണ്. ഓക്കെ, ഇതിപ്പോ ഏതാ ഏഞ്ചല്? ഇത് നമ്മളെ കൊയ്യാണ് ഏഞ്ചല്. അതെ അതെ, പെയർ ആയിട്ടുള്ളതാ? അതെ, പെയർ ആയിട്ടുള്ളതാണ്. ഇതിന്റെ മക്കളിപ്പം ഈ അടുത്ത് ഒരു 10 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഇങ്ങോട്ടേക്ക് മാറ്റാണ് മക്കളെ. അതെ അതെ, അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. അതെ അതെ. ഒറ്റ ബ്രീഡ് തന്നെ എത്ര കിട്ടിയത്? ഒറ്റ ബ്രീഡ് തന്നെ എത്ര കിട്ടിയിട്ടുണ്ട്. ഒക്കെ റിക്കവർ ചെയ്ത് കിട്ടും. നമുക്ക് വാട്ടർ നമ്മൾ പ്രോപ്പറായി നോക്കിയാൽ മതി, വേസ്റ്റേജ് ഇല്ലാണ്ട്. നമുക്ക് അപ്പൊ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ആർട്ടിമി മാത്രമാണ് ഇപ്പം ചെയ്യുന്നത്. 2 നേരം നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരു 15 ദിവസമായിട്ടുണ്ടാവും. 15 ദിവസമായിട്ടുള്ളൂ. അതെ അതെ. ആർട്ടിമി 2 നേരമേ ഉള്ളൂ. അതെ 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 അതെ. അതെ, ഇത് 35 ലിറ്റർ കൊള്ളുന്ന ഇതാണ്. അതെ, ട്രൈ ആണ്. ഇതാകുമ്പോൾ നമുക്ക് ക്ലീനിങ് ഒക്കെ സുഖമാണ് എപ്പോഴും. അതെ, ട്രൈ ആകുമ്പോൾ ഒരു സുഖത്തിന് ഇത് നമ്മുടെ അടുത്താണ്. ഇത് തന്നെ കൊയ്യന്റെ ആണ്. അപ്പം പെയറിംഗിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, പെയറാൻ വേണ്ടി ഇതിപ്പം പീസ് ആണ്. പെയർ ആക്കണം ഇനി. അത് പെയർ റേറ്റ് അതെ, പെയറിലേക്ക് പോകുന്നത്. പെയർ ആയിട്ട് നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. അതെ അതെ അതെ. ഒരു 1 വീക്ക് കൊണ്ട് തന്നെ സെറ്റ് ആവും. അതിന് ചെറുതുണ്ട്. ഇതിപ്പോ നമുക്ക് കൊടുക്കാനുള്ള സൈസ് ആണ് ഇത് വരുന്നത്. അതെ, സൈസ്. അതെ, കോയിന്റെ. ഇത് ജോഡി 2 നമ്മൾ 200 രൂപയ്ക്ക് ആ റേഞ്ച് ഒക്കെ കൊടുക്കുന്നത്. അതെ 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 അതെ. പിന്നെ ഷോപ്പുകാർക്ക് നമ്മൾ ഹോൾസെയിലും കൊടുക്കാറുണ്ട്. ഏത്? ബട്ടൺ സൈസ് ആണ് വരുന്നത്. അതെ അതെ അതെ. ഗ്ലാസ് ഇട്ട് ഇവിടെ ഉണ്ട്. അതെ, ഗ്ലാസ് ഇട്ട് അവിടെ ഉണ്ട്. അതെ അതെ അതെ. ആണ് ഗ്ലാസ് ഉണ്ട്. ഇത് പ്ലാറ്റിനം വൈറ്റ്. അതെ അതെ അതെ. അതെ, സൈസ് ആയതാണ് അത്യാവശ്യം. അതെ, പെയർ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് ചെറുത് ഇല്ല. പിന്നെ ഈ 2 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. ചെറുത് കുറവാണ്, ആവുന്നേ ഉള്ളൂ. അവൈലബിൾ ആണ്. ശരിക്കും എത്ര മാസം പ്രായമാണ് കാണുന്നത്? ഇതിപ്പോ ഒരു
ഒരു 6 month കഴിഞ്ഞിട്ടുണ്ട്. 6 month കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ് ഇത് ബ്ലൂ ഏഞ്ചലാണ്. ബ്ലൂ ഏഞ്ചൽ ആ ഇത് നമുക്ക് പെയറാണുള്ളത്. ഇതിപ്പോ ഏതാ ഫീമെയിലാ മെയിലാ? ഇത് ഫീമെയിൽ, വലുത് മെയിൽ. വലുതാണ്. അതെ അതെ ഏഞ്ചലിന്റെ ഫീമെയിൽ ചെറുതായിരിക്കും. അതെ ചെറുതായിരിക്കും. ഇതിപ്പോ കൺഫേം പെയർ ആയതല്ലേ? ആ കൺഫേം പെയറാണ്. ഇതിപ്പം നമുക്ക് കൊടുക്കാനുള്ള നമ്മളെ ബ്രൂഡാണ് വരുന്നത്. അതെ മക്കള് ഇപ്പൊ ആവുന്നേ ഉള്ളൂ. അതെ ആവുന്നേ ഉള്ളൂ. നല്ല ടെയിൽ ഉണ്ടല്ലേ? അതെ 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 അതെ. ഇതൊരു വൈൽഡ് സ്ട്രേഞ്ച് ആണ്. മനക്കാപ്പൂർ എന്നാണ് പേര്. മണക്കാപ്പൂര്. അതെ അതെ അതെ. അത് നമ്മളെ ബ്രീഡിങ് പെയറാണ് നമ്മളെ. അതെ അതെ. ഇത് പെയർ ഇപ്പം കൊടുക്കാണ്ടാവില്ല. എന്റെ പിന്നെ മക്കളുണ്ട് കൊടുക്കാൻ. അതെ അതെ അതെ. ഇതിനകത്ത് 2 വെറൈറ്റീസ് ഉണ്ട്. ഈ ലൈനിലാണ് മണക്കാപ്പൂരിന്റെ മക്കളാണ്. അതെ അതെ. അത് പീസ് ജോഡി ഒരു 100 രൂപ ആ റേഞ്ച് ഒക്കെയാണ് വരുന്നത്. അതെ അതെ. ഇത് കാണിക്കുന്നത് പിന്നെ BSP ആണ്. അതെ അതെ. ഈ മോള് ബാക്ക് ഷെയ്ഡ് വരുന്നത്. അതെ മോള് ബാക്ക് ഷെയ്ഡ് വരുന്നത്. അത് നമുക്ക് കൊടുക്കാളല്ലേ? അതും കൊടുക്കാം. അത് കുറച്ചൊരു റേറ്റ് ഉണ്ട്. 200 ഒക്കെ വരുന്നുണ്ട്. അതെ അതെ അതെ. ഇതിപ്പോ എത്ര മാസം പ്രായതപ്പോ കംപ്ലീറ്റ് ആണ്? ഇതിപ്പോ ഒരു 3 months അതായിട്ടുള്ളൂ. 3 മാസത്തെ. അതെ അതെ. ഇതിപ്പോ നമുക്ക് ഏത് ഫീമെയിൽ തിരിച്ചറിയാനായിട്ടില്ലല്ലോ? ഇല്ല. ഇതിൽ തന്നെ ഒരു ബ്രീഡ് ആയി വരുമോ അല്ലേ? ഇതിനകത്ത് പിന്നെ നമ്മൾ വലിപ്പം മാറ്റി വെക്കുക ചെയ്യാം. ഇത് BSP ആണ്. അതെ അതെ. ഇതിപ്പോ നമ്മൾ പെയറാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അതെ അതെ അതെ. ഇതിപ്പോ ഒരു 6 പീസ് ഉണ്ട് അതിനകത്ത്. 6 പീസ്. സ്വയം തിരഞ്ഞെടുക്കും. അതന്നെ പെയറിന് അവരെന്നെ ഇതായിക്കോളും. ഇതാണ് റെഡ് ഡബിൾ ആണ്. അതെ അതെ. വലുതും ചെറുതും അല്ലേ? അതെ വലുതും ചെറുതുണ്ട്. അതെ പീസ് ആയിട്ടാണ് വരുന്നത്. അത് പെയറായിട്ട് ഒരു 300 ആ റേഞ്ച് ആണ്. 150 വെച്ചിട്ടാണ്. റെഡ് ഡബിളാനെ കൊണ്ടാണ്. അതിലൊരു വലിയ പീസ് അവിടെ ഉണ്ട്. വലിയ പീസിൽ എന്തോ ഇല്ല വലിയ പീസ് നമ്മൾ പെയറാക്കാൻ വേണ്ടി വെച്ചേക്കാം. അതെ അതെ പെയറാക്കാൻ വേണ്ടി വെച്ചേക്കാം. അതിന്റെ പിന്നെ പടുതാക്കുളത്തിലുണ്ട്. അതിന്റെ വേറെ വലുതുകളൊക്കെ ഫുള്ള് ബ്ലാക്ക് ആയിട്ടില്ലേ? അതാണ് വെൽവെറ്റ് ബ്ലാക്ക് ആണ്. അതെ അതിന്റെ വേൾട്ടയിൽ വരുന്നുണ്ട്. കട്ടയിലാണ്. വേൾട്ടയിലുണ്ട്. അതെ സൂപ്പർ വേൾട്ടയിലുണ്ട് അതിന്റെ. അതെ 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 അതെ. ഇപ്പൊ നമ്മള് നമ്മൾ പെയറാക്കാൻ വെച്ചേക്കാണ്. പെയറാക്കിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതെ 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 അതെ. എല്ലാം ബ്ലാക്ക് ഫുള്ള്. ഇനിയുണ്ട് കുറെ പീസ് ഉണ്ട്. ഇനിയും പടുതാക്കുളത്തിലെ പീസ് ഉണ്ട്. എടുക്കാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ്. അതില്ല പീസ് ആവുന്ന ഇല്ല. ഇനിയിപ്പോ മക്കളായിട്ടൊക്കെ ചെറിയ പീസ് കൊടുക്കണം. ആയിട്ടില്ല. പെയറായിട്ട് കൊടുക്കാനുണ്ടോ? അതെ അതെ അതെ. ഇതാണ് ചെറിയ റെഡ് ആണ്. അതെ അതെ അതെ. പിന്നെ മക്കളൊന്നും ആയില്ല, ആവുന്നേ ഉള്ളൂ. അതെ. ഇത് പിന്നെ കൊടുക്കാനുള്ളതല്ല കേട്ടോ. ഇല്ല എഗ്ഗിലെ ആയില്ല. ട്യൂബ് അവര് ഇറക്കിയിട്ടില്ല. അതെ അതെ. ഇതാണ് പാണ്ടേഞ്ചിലാണ്. അതെ 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 അതെ. ഇത് നമ്മൾ പെയറാക്കാൻ വെച്ചേക്കാണ്. പെയറാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ അതെ അതെ. മക്കള് പിന്നെ ആവുന്നേ ഉള്ളൂ. ആയി വരുന്നുള്ളൂ. നമ്മള് 8 items ആണ്. അതെ അതെ. പ്ലാസ്റ്റിക്കിന്റെ ബേസിലാണ് ബ്രീഡിംഗ് ചെയ്യുന്നത്. അതെ അതെ പ്ലാസ്റ്റിക്കിന്റെ. നമുക്ക് കുറച്ച് ഈസിയാണ് അക്വറിനെ കാട്ടി. പക്ഷെ അക്വറി ഉണ്ട്. പക്ഷെ കുറച്ച് ഈസി എനിക്ക് ഇതാണ്. അതെ 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 അതെ. പെയറാക്കി നമ്മൾ ഒന്നെങ്കിൽ ബേസിനോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഇതിനകത്ത് ഇടുകയാണ്. കണ്ടെയ്നർ ഇടുകയാണ് ചെയ്യുക. നമ്മൾ ടൈലും വെച്ച് കൊടുക്കും. ഇതേപോലെ തന്നെ നമ്മൾ ടൈൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എഗ്ഗിലേ ആയിക്കോളും. അതെ അതെ. എപ്പോഴും വെള്ളം കണ്ടീഷൻ ആയിരിക്കണം. ഒരു 1 week തന്നെ ഉണ്ട് നമ്മളെപ്പോഴും നോക്കണം. കാരണം മുട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വൃത്തിയാക്കൽ ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ അതിന് മുന്നേ എപ്പോഴും പെയറിന്റെ എപ്പോഴും ഈ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വേണം വെള്ളം. അതെ 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 പക്കയായിരിക്കണം. ഇല്ല ഉണ്ടാവാൻ ഇല്ല ഒന്നും വേണ്ട. മറ്റേ അതെ അതെ ഏഞ്ചലിന്റെ സാധനം പറയുന്നത് ഉപ്പ് അധികം ഉപയോഗിക്കരുതെന്നാ പറയുന്നത്. കിഡ്നിക്ക് എന്തോ ഒരു ഡാമേജ് അങ്ങനെ പറയുന്നുണ്ട്. അതെ അതെ. നാച്ചുറൽ വെള്ളം തന്നെ മതി. നമ്മൾ പിടിച്ചു വെച്ച വെള്ളം ഉപയോഗിച്ചാൽ മതി. അതെ അതെ.
നമ്മൾ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതെ അതെ. നമുക്ക് ബെറ്റാസിന്റെ സെക്ഷനിലേക്ക് കിടക്കാം. അതെ ബെറ്റാസ് അല്ലേ? ബെറ്റാസ്. ഇതാണ് ഇപ്പൊ ഒരു അവതാർ പ്ലക്കാർഡാണ്. അതാണ് ഇപ്പൊ ഇവിടുത്തെ മക്കളായിട്ടുണ്ട്. ഇതൊക്കെ എത്ര മാസം പ്രായ ക്ലാസ്സിലേക്ക് കിട്ടത്? ഇതൊരു എല്ലാം ഒരു 5 മാസം ആ റേഞ്ച് ഒക്കെയാണ്. അതെ, ചെറിയ ഐറ്റംസ് ആണ്. ഒരു 3 months ഒക്കെ ആയത്. ഇതിന്റെ ബ്രീഡിംഗ് ഒക്കെ നമുക്ക് എല്ലാം ഒരേ ടൈപ്പ് ബ്രീഡിംഗ് തന്നെയാണോ? അതെ, എല്ലാവർക്കും അതെ എല്ലാത്തിനും ഒരേപോലെയാണ്. അതെ അതെ അതെ. നമ്മൾ പിന്നെ കുറച്ച് ബൾക്കായിട്ട് ചെയ്യാണ്. അതേപോലെ ബൾക്ക് ബ്രീഡിംഗ് ആണ് ചെയ്യുന്നത്. ബൾക്ക് ബ്രീഡിംഗ്. അതെ, ഹോൾസെയിൽ റീറ്റെയിലുണ്ട്. ഹോൾസെയിലാണ് കൂടുതൽ വരുന്നത്. ബേസിലൊക്കെ ചേർത്ത് അതൊക്കെ കംപ്ലീറ്റ് മക്കളാണ്, എല്ലാ മക്കളായതാണ്. അതെ 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 അതെ. അത് കോപ്പറിന്റെ. ഇതില് കോപ്പറിന്റെ. കോപ്പറിന്റെ. അതെ അതെ. ഇതിലിപ്പം വരുന്നത് റെഡ് ഡ്രാഗന്റെ ആണ്. റെഡ് ഡ്രാഗൺ OHM ആണ്. അതെ അതെ അതെ. ഇതിലിപ്പോ എന്തൊക്കെയാണ് പെട്ടിട്ടുള്ളത്? ഇതിപ്പം ബദാം ലീഫും പിന്നെ നമ്മളെ ഈ ഒരു ചെടിയും മാത്രമേ, പ്ലാന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ സൺലൈറ്റ് ഇതിലുള്ളതിനെ കൊണ്ട് ഷീറ്റ് വൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം വേണ്ട സൂര്യപ്രകാശം ഒരു നല്ലതാണ് മീനുകൾക്ക് എപ്പോഴേ. നമ്മൾ വൈറ്റ് ഷീറ്റും പിന്നെ പച്ച ഇതും അതിനെ കൊണ്ട് ഓവർ വെയിൽ അടിക്കൂല. 2 ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മീനുകൾക്ക് നല്ലൊരു ഇതാണ് വരുന്നത്. അപ്പൊ ഇവർക്ക് ഇപ്പൊ എന്ത് ഫുഡാണ് ഇപ്പൊ ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്? RTM മാത്രമാണ് ഇപ്പം ചെയ്യുന്നത്. RTM മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇനി ഒരു 10 ദിവസം വരെ ഇങ്ങനെ കീപ്പ് ചെയ്യുള്ളൂ. ഇനിയിപ്പം എന്തെങ്കിലും ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ട്. അതെ അതെ അതെ, പേരുണ്ട്. ഇതിനിപ്പം നമുക്കൊരു 30 ഇല്ല 20 days ആയിട്ടുണ്ട്. മാറ്റാൻ ടൈം ആയിട്ടുണ്ട്. അതെ. ഇപ്പം എങ്ങനാ എന്താ കുറച്ചുണ്ട്. ഇത് ഇങ്ങനെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും വരിക. സ്ലോ ഗ്രോത്താ വരിക. അതെ, ഷൂട്ടേഴ്സും വരുന്നുണ്ട്. അതിന് നമ്മൾ പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് അല്ലെങ്കിൽ പടുത്തക്കുളത്തിലേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇറക്കിക്കളയും. അതെ, മൊത്തം അങ്ങോട്ട് ഇറങ്ങി ടെമ്പറേച്ചർ ഇല്ല. ഗ്ലാസ്സിലേക്ക് നമ്മൾ ആ സമയത്തുള്ള ആക്കുള്ളൂ. നമ്മളെ ഒരു നമ്മുടെ ടെയിലൊക്കെ വന്നതിന് ശേഷമുള്ളൂ നമ്മൾ അങ്ങോട്ട് മാറ്റുള്ളൂ. ഇല്ലെങ്കിൽ ടെയില് കട്ടായി പോകും. പിന്നെ നമ്മൾ അവിടെയാണ്, അപ്പുറത്തെ സെക്ഷൻ ആണ് വരുന്നത്. ഓക്കെ. അതെ അതെ. ഇത് നമ്മൾ 2 ബാച്ച് മക്കളാണ് വരുന്നത്. ഡംബോ ഇയറിന്റെ ആണ്. ലാവെൻഡറിന്റെ. ഡംബോ ഇയർ. അതെ. ഇയർ കാണിക്കുന്നുണ്ട്. അതെ അതെ. പിന്നെ ഇപ്പം ബോഡ്ലിംഗ് അതൊക്കെ ഇപ്പം ബോഡ്ലിംഗ് ആയിട്ടുണ്ട്. ശരിയായിട്ടുണ്ട്. അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട് ഇവർക്ക്. 2 months ആയിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്. ഇല്ല, ഇങ്ങനെ ഒരു കുഴപ്പമില്ല. കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേഗം ഗ്രോത്ത് കിട്ടും. അതെ അതെ. പിന്നെ ഇതിനെ പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് വാട്ടർ ചേഞ്ച് ഒരു പ്രശ്നമില്ല. പ്ലാന്റ്സ് ഉള്ളതിനെ കൊണ്ട് മറ്റൊക്കെ നമ്മൾ കുറച്ച് വാട്ടർ ചേഞ്ച് ചെയ്യണം. എന്നാലും പക്ഷേ ഗ്രോത്തിന് നല്ല വാട്ടർ ചേഞ്ച് തന്നെയാണ്. ഇത് നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഒരു 1 month ഒരു 2 പ്രാവശ്യം 1 month ഒരു പ്രാവശ്യം ചെയ്താൽ മതി ശരിക്കും വാട്ടർ ചേഞ്ച്. അതെ അതെ അതെ. പ്ലാന്റ്സ് ഒക്കെ ഉള്ളതിനെ കൊണ്ട് അത് വേസ്റ്റ് കംപ്ലീറ്റ് അത് അതെ അതെ ക്ലിയർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതെ അതെ. നമുക്ക് ഈ സൈസിലുള്ളത് കൊടുക്കാനായിട്ടുണ്ടോ? ഇല്ല, ഇത് നമ്മൾ ബോഡ്ലിംഗ് അതിന് ശേഷം കൊടുക്കുള്ളൂ. അതിന് ശേഷം. അതെ അതെ അതെ. ടെയിൽ ഈ ഒരു സൈസ് എത്തുമ്പോഴും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതില്. അതെ അതെ. അതിപ്പം പടുത്താക്കുളം ജസ്റ്റ് ഇതാക്കിയിട്ട് നമ്മൾ ഏഞ്ചലാണ് ഉള്ളത്. ഏഞ്ചൽ എല്ലാ വെറൈറ്റീസും ഇതിനകത്തുണ്ട്. അതെ അതെ. സൈസ് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കിട്ടുന്നുണ്ട്. ഈ ടാങ്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നുണ്ട്. അതെ അതെ. പിന്നെ വാട്ടർ ചേഞ്ച് ഒന്നും അത്ര വലിയ പ്രശ്നമില്ല. ഷക്കൂറി ആകുമ്പോൾ നേരെ വിപരീത. അത് ഓരോ വീക്കിലി നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിന് പ്രശ്നം വരുന്നുണ്ട്. ഇതാകുമ്പോൾ ഒരു 3 months ആയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ വാട്ടർ ചേഞ്ച് ചെയ്യില്ല. അതെ, പ്ലാന്റ്സ് കംപ്ലീറ്റ് ഉള്ളതിനെ കൊണ്ടും കംപ്ലീറ്റ് ഇതായി റൊട്ടേഷൻ ആയി പോകുന്നുണ്ട്. ഒരു സൈക്കിളായിട്ട് പോകുന്നുണ്ട്. വലിയ സൈസ് അല്ലേ? അതെ, സൈസ്. ഇതിപ്പോ ഞാൻ പിടിക്കുന്നതിനെ കൊണ്ട് ഇപ്പൊ എന്നെ പേടിയാ. അതെ അതെ. ഇപ്പം ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ്. നേരത്തെ ചാടി വരുമായിരുന്നു. അതെ അതെ. അത് റെഡ് ഡബിൾ ഉണ്ട്. റെഡ് ഡബിൾ അതിന് കുറെ ഞാൻ ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. അതെ 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 അതെ. പിന്നെ ഇതിനകത്ത് വെയിൽ ടൈൽ ഉള്ളത് പുറത്തേല്. പേടി കൊണ്ട് കിടക്കുക. അതെ അതെ. ഇത് പിന്നെ മറ്റേ മക്കൾ ഒരു 2 months 3 months ആവുന്നുണ്ട്. അതെ അതെ അതെ. ആകുമ്പോൾ പിന്നെ വാട്ടർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ ഇതുണ്ട്, നമ്മൾ മണ്ണിട്ടിട്ട് അതിൻ്റെ അകത്ത് പ്ലാന്റ്സ് ഇടാണ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മളെ പണി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇല്ലില്ല, നമ്മൾ ഫസ്റ്റ് സ്ലോയിൽ ചെയ്യാം. മണ്ണ് ആദ്യം ഇട്ടതിന് ശേഷം ഏത് മണ്ണ് നമുക്ക് ഉപയോഗിക്കാം. ഈ മണ്ണായാലും നമ്മളെ ഏത് മണ്ണ് നമ്മൾ എന്താ നമ്മളവിടെ കിട്ടുന്ന മണ്ണ് ജസ്റ്റ് ഓസ് ഇട്ടിട്ട് വളരെ സ്ലോയിൽ വെള്ളം ഇറക്കുക.
അത് ഡ്രോപ്പ് വൈസ് ആണെങ്കിൽ അത്രയും ബെറ്റർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നിൽക്കും. എന്നിട്ട് നമുക്കൊരു പ്ലാന്റ്സ് മസ്റ്റ് ആണ്. അതിനുള്ള പ്ലാന്റ്സ് എവിടെ പോയിട്ടുണ്ട്, ഒരു പ്ലാന്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അതെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പ്ലാന്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് ശരിക്കും വരുന്നത് പ്ലാനില്ല. അതാണ് ഞാൻ പച്ച ഷീറ്റ് ഇട്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ ചൂട് ഭയങ്കരമാണ്. നല്ല വെയിൽ വന്നതിനെ കൊണ്ട് ഒരു രക്ഷയില്ല. അതെ ഇപ്പം പ്ലാന്റ്സ് ഒക്കെ മാറ്റാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ബെറ്റാസിന് അങ്ങനത്തെ കണ്ടീഷനിൽ കുഴപ്പമില്ല. ഇങ്ങനത്തെ കണ്ടീഷനിൽ ഒരു കുഴപ്പമില്ല. ഇത് പെട്ടതിന് ശേഷം ഞാൻ വെള്ളം മാറ്റിയില്ലെന്ന് പറയാം സത്യം പറഞ്ഞാൽ. അതെ. പക്ഷെ ഇത് ബോട്ടിലേക്ക് ആകുമ്പോൾ നേരെ വിപരീതമായി. ഒരു 3 days മസ്റ്റ്. മോഡലിംഗ് ക്ലാസ് ആകുമ്പോൾ 3 days മസ്റ്റ് ആണ്. ഇല്ലെങ്കിൽ അവരുടെ ടെയിലും പോയി എല്ലാം പോയി കിട്ടും. ഇത് ടെയിൽ നമുക്ക് കിട്ടാൻ ഒന്നുമില്ല. ഇതാണ് നമ്മൾ ബ്രൂഡ് സെക്ഷൻ ആണ് വരുന്നത്. അതെ. ഇപ്പൊ അതിപ്പം ഒരു 61 നമ്പേഴ്സ് ഉണ്ട്. 61 നമ്പറിൽ നമ്മൾ ഇപ്പൊ ഒന്ന് കണ്ടീഷനിങ് ഇട്ടുകയാണ്. അതൊരു 2 ദിവസം കൊണ്ട് നമ്മൾ ഇറക്കും താഴത്തേക്ക്. ക്ലാസ് വെച്ച് നമ്മൾ പഴയ മെത്തേഡ് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന. ഇപ്പം മെയിൽ ഗ്ലാസിനുള്ളിൽ ഫീമെയിൽ തന്നെ. പിന്നെ കുറച്ചൊക്കെ അറ്റാക്കിംഗ് ഒക്കെ കുറച്ച് കിട്ടും. ഇനിയിപ്പോ ഇതിന്റെ അത് ബദാം ലീഫ് വരും. ഇതിപ്പോ ഇല്ല, ഒരു 2 ദിവസമായിട്ടുള്ളൂ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. 2 ദിവസമായിട്ടുള്ള വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പം 2 ദിവസം കൂടി കഴിഞ്ഞാൽ അതിനെ തുറന്നു വിട്ടോളെ. തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കിങ് കുറച്ച് എങ്ങനെയാ നമ്മൾ ഇതിനകത്തോ. ഇത് ശരിക്കും പറഞ്ഞാൽ 1 ദിവസം തന്നെ മതി. ഞാൻ പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ചുകൂടി കണ്ടീഷൻ ആക്കാനുണ്ട്. കാരണം ഇത്രയും ഇതുള്ളതിനെ കൊണ്ട് കുറെ നമ്മൾ നല്ല ലൈഫ് ഫീഡ് കൊടുക്കുക. എൻ്റെ അടുത്ത് നമുക്ക് ഇന്റർവ്യൂം ഉണ്ട്. പിന്നെ ആർട്ടിമേന്റെ അല്ല നമ്മളെ ഇതുണ്ട്, നമ്മുടെ എന്താണ് ഫ്രോസൺ ആർട്ടിമിയ. പിന്നെ പെല്ലറ്റ് ഫീഡ് ആക്കി കൊടുത്തിട്ട് അതെ ഹെൽത്തി ആക്കി എടുക്കുക. എഗ് കൊണ്ട് നല്ലോണം ശരിക്കും ശ്രദ്ധിക്കേണ്ട മെയിലിനാണ് ശ്രദ്ധിക്കേണ്ടത്. ഫീമെയിലിനെ കാട്ടി. ഫീമെയിൽ 3 days കൊണ്ട് എഗ് ഫോം ചെയ്യും. പക്ഷെ മെയില് ഒരു 1 week വേണം അതിന് ഫുഡ് ഒന്ന്. കാരണം ബാക്കിയുള്ള ജോലി കംപ്ലീറ്റ് മെയിലിനാണുള്ളത്. വിരിപ്പിക്കല് കാര്യങ്ങളൊക്കെ. അപ്പൊ ഒന്ന് മെയിലിനെ നല്ലോണം കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മക്കളെ കൗണ്ട് കൂടുതൽ കിട്ടും. ക്ലാസ്സിന് ഫീമെയിൽ ഇറക്കി പിന്നെ മെയിലിനെ ഇതാക്കി ഇട്ടാൽ മതി. ഒരു ശരിക്കും 1 day മതി ഇങ്ങനെ ചെയ്താൽ. ഇല്ല ഒന്നിന്റെ ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇല വരുമ്പോ ചിലപ്പം ബബിൾസ് ഇതാക്കും. വെറുതെ ബബിൾസ് ഇടും. ചിലവര് നമുക്ക് ചെയ്യാം. ആദ്യമൊക്കെ ഞാൻ ഇത് ചെയ്തിരുന്നു, പ്ലാസ്റ്റിക് കവർക്ക് വെച്ചിരുന്നു. പിന്നെ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് തന്നെ നടക്കുക പോസിബിൾ അല്ല. നമ്മൾ ഇതായി കഴിഞ്ഞാൽ അതെ 1 2 ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പിന്നെ കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്ന നല്ലത്. പിന്നെ നമുക്കറിയാം അങ്ങനെ ഇതാകുമ്പോൾ കിട്ടുന്നത് കൗണ്ട് നല്ലോണം കിട്ടുന്നുണ്ട്. നാളെ മറ്റന്നാൾ നമ്മൾ ഇറക്കും. അതെ ബബിൾസ് ഇട്ടുണ്ട്. അവിടെ ഗ്ലാസ്സിനടുത്ത് ബബിൾസ് ഉണ്ട്. മെല്ലെ റേസ് ചെയ്യും. ഇല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇല്ല കാരണം ഒന്നാമത് ഇപ്പോൾ 1 2 ദിവസമല്ല കിടക്കുന്നത്. അപ്പം കൂടുതൽ അതെ. പിന്നെ ഇപ്പൊ എല്ലാം കൂടി വരുമ്പോൾ അതിനുള്ള ഹൈഡിങ് സ്പേസ് ആയി. ചെറിയ സ്പേസിൽ നമുക്ക് കൂടുതൽ ഡെത്ത് ആണ് വരിക ഫീമെയില്. അപ്പൊ ഇത് വലുതിൽ ചെയ്യുമ്പോൾ നമുക്ക് ഡെത്ത് കുറയും. അതായത് അവർക്ക് ഹൈഡിങ് പ്ലേസ് ഉണ്ടാവും. വാഴന്റെ ഒപ്പം വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനുശേഷം ഇതും ബദാം ലീഫ് അതിന്റെ ഇടയിൽ എവിടെയും പോയി അവർ നിന്നോളൂ. പിന്നെ 1 ദിവസം തന്നെ ഇങ്ങനെ കാണുന്നതിനെ കൊണ്ട് കുറച്ച് അറ്റാക്കിങ് നല്ലോണം കുറവാണ്. അപ്പം എനിക്ക് ഇതിനകത്ത് ചുരുങ്ങിയത് ഇപ്പൊ 60 കിട്ടിയെങ്കിൽ ചിലപ്പോൾ 1 ഡെത്തൊക്കെ വരും ഫീമെയിലിന്റെ. അത് പിന്നെ സ്വാഭാവികം. പിന്നെ ഡെത്ത് വളരെ കുറവായിരിക്കും. മറ്റേനകത്താകുമ്പോൾ നമുക്ക് ചെറിയ ബേസിൻ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ചെയ്തത് ഈ ചെറിയ ബേസിനാണ്. ഇതിനകത്തൊരു 10-20 നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5 പോയി കിട്ടും ഫീമെയിൽ. അതെ അതിന് ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, സ്പേസ് ഇല്ല, വളരെ ചെറുതാണ്. അതാകുമ്പോൾ പിന്നെ അതിലേക്ക് നല്ല മാറ്റമാണ്. നമുക്ക് ഡെത്ത് റേഷ്യോ കുറയാന്ന് പറയുള്ളൂ. നമുക്കൊരു 15 ദിവസം മതി. 15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അടുത്തതാവും. ഫസ്റ്റ് ബ്രീഡിങ് കുറവായിരിക്കും എഗ്. സെക്കൻഡ് ബ്രീഡിങ് മുതലായിരിക്കും കൗണ്ട് കൂടുക. അതെ എഗ് കൗണ്ട് കൂടുക. ഫസ്റ്റ് ബ്രീഡ് നമുക്ക് കുറവായിരിക്കും നമ്പർ. ഒരു 100 ആ റേഞ്ചൊക്കെ ഉള്ളൂ. പിന്നീട് നമുക്ക് 300 500 ആ റേഞ്ചിലേക്ക് പോകും. സെക്കൻഡ് ബ്രീഡിങ് സൈസ് അനുസരിച്ച് തന്നെ. എങ്ങനെയാ ഗ്ലാസ്സിലേക്ക് അതെ ഗ്ലാസ്സിലേക്ക് ആക്കണം. അതിന് സൈസ് കുറച്ച് സ്ഥലം വേണം. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പറഞ്ഞ വലിയ ടാങ്കിലേക്ക് മാറ്റും. വലിയ ടാങ്കിലേക്ക് മാറ്റും നമ്മള്. അതെ. പിന്നെ നമ്മൾ കുപ്പിയിലേക്ക് 2 ലിറ്റർ കുപ്പീന്റെ അത് മേടിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ആക്കുകയാണ് ചെയ്യുക. അതെ അതിനകത്ത് നമ്മൾ ഹോൾസ് ഇടും. വാട്ടർ ചേഞ്ച് 3 days കൂടുമ്പോൾ നമ്മൾ ഹോസ് ഇട്ടിട്ട് നമ്മൾ ഇതില്ലേ നമ്മുടെ തായ്ലൻഡ് സിസ്റ്റം പോലെ തന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്യാറുള്ളത്. പ്രായം എത്ര വരുന്നപ്പോ ഒരു ബ്രീഡിംഗ് പ്രായം നമുക്കൊരു 3 months ആകുമ്പോൾ തന്നെ ഒരു ഓക്കെയാണ്. 3 months ടെയിലൊന്നും വരേണ്ട ആവശ്യമില്ല ശരിക്കും. ഇത് പിന്നെ ഞാൻ കുറച്ച് ഇമ്പോർട്ടഡ് പേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അത് അതാണ് ഇത്രയും വലുത് 5.5 സൈസിലാണ്. അപ്പം നല്ല ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട്. അതെ സൈസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്.
ബ്രീഡ് ചെയ്യുമ്പോഴേ ആ ചിലപ്പോ 2 ദിവസം അങ്ങനെ സെറ്റ് ആക്കുമ്പോ ഫീമെയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എഗ് ഇതുണ്ടല്ലോ, അത് അപ്പൊ ചെയ്യാൻ പറ്റുന്ന സമയത്ത് അതങ്ങനെ കാണിക്കും സംഭവം. അങ്ങനെ കാണിക്കുമ്പോൾ ഒന്ന് പതുക്കെ ഫീമെയിലിനെയും കൂടിയും ആ എഗ്ഗിനെയും കൂടിയും വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. പിന്നെ ബാക്കി ആണ് അത് വിരിയിപ്പിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ കേസിൽ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതെ അതെ. ആ എഗ്ഗില് അവര് ഫെർട്ടിലൈസ് ചെയ്യണം. അതെ, ഫെർട്ടിലൈസ് ചെയ്യും. അതിനാണ് നമ്മൾ അപ്പം തന്നെ നമ്മളൊന്ന് എഗ്ഗ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നമ്മൾ അതിനെ ഫീമെയിലിനെ മെയിലിനെ നമ്മൾ ഇട്ട് കൊടുക്കുക. ബാക്കി അവരൊന്ന് നോക്കിക്കോളും. അതെ അതെ. പിന്നെ മെയിൽ ഫെർട്ടിലൈസ് ചെയ്തോളൂ അല്ലേ? പിന്നെ മെയിൽ ഫെർട്ടിലൈസ് ചെയ്യും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൺ സ്പോട്ട് തന്നെ ഫീമെയിലിനെ മാറ്റിയില്ലെങ്കിൽ ആ കൊത്തുകൊണ്ട് ഇതാവാനുണ്ട്. ഏത് കഴിഞ്ഞ് അത്ര വരെ ഉള്ളവരുടെ തമ്മിലൊരു ഇണക്കം. അത് കഴിഞ്ഞാൽ പിന്നെ അതെ അതെ അതെ, പിന്നീട് അവർ രണ്ടൊരു ശത്രുക്കളായി. ആരും മാറ്റണം, ഇല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കും. ശ്രദ്ധ വേണം. അതെ, ശ്രദ്ധ വേണം. ഇതിനകത്ത് കഴിഞ്ഞാൽ ഇതന്നെ നമ്മൾ ഇതന്നെ മറ്റേ ഇതല്ല, നമ്മൾ പാർട്ട് ടൈം ആണ്. നമ്മൾ ഫിനാൻസ് കോർഡിനേറ്റർ വർക്ക് ചെയ്യാണ്. അപ്പോൾ മറ്റേ രാവിലത്തെ ഈ ഒരു ടൈം ഉണ്ട്, മോർണിംഗ് നമ്മൾ അതെ മോർണിംഗ് നോക്കിയിട്ടാണ് പോകുന്നത്. ഇതിപ്പോ 61 അപ്പൊ ഒറ്റ ദിവസം തന്നെ ബ്രീഡ് ആവില്ല. 61 ദിവസം തന്നെ നമുക്ക് ടാങ്കുകളുണ്ടോ? ടാങ്കുകളുണ്ട് നമുക്ക്. ഫ്രിഡ്ജ് ബോക്സുകളുണ്ട് അവിടെ കയറ്റില്ല, അതിലൊക്കെ മാറ്റും നമ്മള്. അപ്പൊ ഇതിലിപ്പോ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇതിലേക്ക് ആയി കഴിഞ്ഞാലേ ഈ ബേസിനാണ് മാറ്റാൻ വന്നത്. ഇതിലിപ്പോ കുഞ്ഞുങ്ങൾ ഇപ്പൊ വിരിഞ്ഞിറങ്ങുമല്ലോ. അപ്പൊ ഈ ബേസിനോട് കൂടി ടാങ്കിലേക്ക് കൊണ്ടുപോയി ബേസിനോട് നമ്മള് ഫസ്റ്റ് ഡേ ഉണ്ടാവില്ല, ഒരു 4-5 ദിവസമോ അല്ലെങ്കിൽ ഒരു 10 ദിവസം വരെ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്ത് കൂട്ട് കൊടുത്തിട്ട് ആ സമയത്ത് നമ്മൾ ആട്ടി മാത്രം കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം ഇതിനകത്തേക്ക് ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ മോയിനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുക. അതെ അതെ. പിന്നെ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആയാൽ മതി. കാരണം ഇതും ഈ ടെമ്പറേച്ചറും പുറത്തെ ടെമ്പറേച്ചറും തമ്മിൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ഒന്ന് ഒരു അരമണിക്കൂർ തന്നെ ആ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും നന്നാവുക. അങ്ങനെ ആകുമ്പോൾ മക്കളെ ഡെത്ത് റേഷ്യോ കുറയും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബെറ്റാസിൻ്റെ വലിയ കളക്ഷൻ കണ്ടു. അപ്പോൾ ഏകദേശം ഒരു 10-17 വെറൈറ്റി ബെറ്റാസ് നമ്മൾ ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോന്നാണ്. ഒരു ക്ലിപ്പിൽ ചിലപ്പോൾ 4 വീഡിയോസ് ഉണ്ടാകും. അതിലെല്ലാം റേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അതിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് അതിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് ഇത് താഴെ കാണുന്ന നമ്പറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. ബെറ്റാസ് ആക്കാനുണ്ട്. നമുക്ക് തിരിച്ച് അവിടേക്ക് ആ ഫാമിക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ബെറ്റാസിന്റെ ഇതൊക്കെ കണ്ടു, എഞ്ചിൽ കണ്ടു. ഇനി ഇവിടെ ഫുഡ് ഐറ്റംസ് ഏതൊക്കെ ഫുഡ് കൊടുക്കുന്നത്? നമുക്ക് ഗ്രിൻഡർ വേം വരുന്നുണ്ട്. ഇതിപ്പോ ചകിരിച്ചോറിൽ കൾച്ചർ ചെയ്താണ്. അതെ, എഗ്ഗൊക്കെ നമുക്ക് അതെ കൾച്ചർ ചെയ്യുന്നുണ്ട്. മറ്റേ നമ്മളെ ഇതിനാണ് മറ്റേ ബ്രൂഡിന് കൊടുക്കാനുള്ളതാണ്. അതായത് എഗ്ഗ് പെട്ടെന്ന് ഫോം ആവും. പിന്നെ ഇതാണ് ഇപ്പം വരിക. ഈ കവറിന്റെ മുകളിൽ ഇതാണ് പരിപാടി. കൊടുത്തത് വൈറ്റ് ഓട്സ് ആണ് നമ്മൾ കൊടുക്കുക. ഓട്സ് 3 ഇട്ടുണ്ടല്ലേ? 3 കഴിക്കാൻ നമുക്ക് കുറച്ച് കൾച്ചർ കൂടുതൽ കിട്ടും. ചകിരിച്ചോറ് നമുക്കൊരു ഇത് വേണം, ഒരു നനവ് വേണം എപ്പോഴും. ഒരു കൾച്ചർ ആയിട്ടാണ് കൊടുക്കുന്നത്. അതൊരു കൾച്ചർ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കുക, ബോക്സ് കൊടുക്കുന്നത്. ശത്രുക്കളുള്ളത് ഉറുമ്പാണ് അല്ലേ? അതെ, ശത്രു ഉറുമ്പ് നമ്മൾ ഉറുമ്പിന്റെ ഒരു ഇത് വരച്ചാൽ മതി. നമ്മൾ ഉറുമ്പിന്റെ ഒരു കുറച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് വരില്ല. ഇതിപ്പോ എന്തൊരു മാർക്കറ്റിൽ ഈ കൾച്ചർ ഒന്നിന് ഒരു 100 രൂപയാണ് വരുന്നത്. 100 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം, സ്റ്റാർട്ടിങ് കൊടുക്കാം. മാർക്കറ്റ് വരുന്നുണ്ട്. അതെ, മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബോക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സേഫ് ആയിട്ട് കൊറിയർ ചെയ്യാൻ പറ്റും. സേഫ് ആയിട്ട് നമ്മൾ ചെയ്യാം, കൊറിയർ നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ ഗ്രിൻഡൽ വേം ഇത് എടുക്കേണ്ട വിധമുണ്ട്. അതായത് ഇത് എടുക്കുന്ന വളരെ സിമ്പിൾ ആണ്. അങ്ങനെ കാണുമ്പോൾ അയ്യോ അങ്ങനെ എടുക്കുന്നതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാം, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഒരു ഇതുണ്ടെങ്കിൽ മറ്റേ ബഡ്സോ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ കൈ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് ഇത് പൊക്കിയെടുത്ത് നേരെ നമ്മളൊരു ബേസിൽ ഒരു വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുക്കി കഴിഞ്ഞാൽ ഒറ്റ ഒരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ് എല്ലാം എടുത്തതിന് ശേഷം തിരിച്ച് ഫുഡ് ഇടുക, ഇതാക്കുക. ഒരു ഇത് കൾച്ചർ എടുക്കുന്ന ടൈം പറഞ്ഞാൽ ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് കൊണ്ട് സംഭവം കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും ഭയങ്കര അടുത്ത ഫോമും നമ്മളിപ്പോ ചൂടുള്ള സീസൺ ആണ്. ചൂടുള്ള സീസൺ ഡൗണിൽ ഒന്ന് കുറവുണ്ട്. ഒന്ന് ഡൗണിൽ ചെയ്താൽ മതി. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലോണം ഉണ്ടാവും. ഇത് മൊത്തം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഗ്രിൻഡൽ വേമിന്റെ കൾച്ചർ ഇവിടെ അവൈലബിൾ ആണ്. മാർക്കറ്റ് പ്രൈസ് ഏകദേശം 100 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രിൻഡൽ വേം ഇപ്പോൾ എവിടെ ഇപ്പോൾ അധികം ആൾക്കാർ ചെയ്യുന്നില്ല കേട്ടോ, ഒക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ധ്രുവജന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഓൾ ഇന്ത്യ ഇത് കൊറിയർ ആയിട്ട് അവൈലബിൾ ആണ്. സേഫ് ആയിട്ട് അവിടെ കിട്ടും. സേഫ് ആയിട്ട് നമുക്ക് അവിടെ തരും, ഈ ബോക്സോട് കൂടി അല്ലേ? അതെ, ഈ ബോക്സ്. ഇനി അതടുത്ത് കൊടുക്കുന്നത് ഇതെന്താണ്? ഇത് നമ്മുടെ ബ്ലഡ് വേം ആണ്. ബ്ലഡ് വേം കൾച്ചർ. ഇത് ഫ്രോസൺ ആണ്, സ്റ്റെറിലൈസ് ചെയ്തതാണ്. ഇത് എത്ര ഗ്രാമിന്റെ ആണ്? അത് ഇതൊരു ചെറിയൊരു പാക്കറ്റ് 100 ഗ്രാം ആ റേഞ്ച് ആണ് വരുന്നത്. 100 ഗ്രാമിന്റെ.
ഇത് നമുക്ക് കൊറിയർ ഒക്കെ അവൈലബിൾ ആണ്. അതെ കൊറിയർ അവൈലബിൾ ആണ്. ലോങ് ഇതിനകത്ത് പറ്റൂല. നമ്മളെ ഒരു വൺ ഇത് മാർക്കറ്റ് റേഞ്ച് ഒക്കെ ഇത് മാർക്കറ്റ് ഒരു 150 ആ റേഞ്ച് ആണ് വരുന്നത്. അതെ അതെ. പിന്നെന്താ അടുത്തത്? ഫ്രോസൺ. അടുത്തത് ഫ്രോസണില് ഇത് സ്റ്റെറിലൈസർ അല്ല, ഇത് ഹാഫ് kg ഉണ്ട്. സംഭവം മറ്റേതാ സോറി ആർട്ടിമിയാണ്. അതെ അതെ ഫ്രോസൺ ആർട്ടിമിയാണ്. വിരിഞ്ഞ ആർട്ടിമിയ ഉണ്ട് കേട്ടോ, ഫ്രോസൺ ആയിട്ടുള്ളത് അത്യാവശ്യം സൈസ് ആയിട്ട്. അതെ അതെ സ്റ്റെറിലൈസ് ചെയ്തല്ല, അത് 1 കിലോ 150 ആ റേഞ്ച് ഒക്കെയാണ് വരുന്നത്. അത്ര വരുന്നുള്ളൂ. ഇത് അര കിലോന്റെ അല്ലേ? ഇത് അര കിലോന്റെ ആണ്. അര കിലോന്റെ ആണ് 150 വരുന്നത്. നല്ല കോട്ടിംഗ് കണ്ടുള്ള ഫുഡാണ് കേട്ടത്. പക്ഷെ നമ്മള് വെള്ളം നല്ല ക്ലീൻ ആയിരിക്കും. അതെ വെള്ളം നമ്മള് മാറ്റാൻ പോകുന്ന സമയത്താണ് ഇട്ടേക്കുന്നത്. അപ്പം തന്നെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെ അത്രയും നല്ലോണം കഴുകി വൃത്തിയാക്കണം. അതെ പക്ഷെ നല്ല പ്രോട്ടീൻ, നമുക്ക് അട്ടിമയൊക്കെ വിരിയിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് മേടിച്ചാൽ മതി. അതിന്റെ ഡെഡ് ആയതാന്നുള്ളൂ, കുറച്ച് പ്രോട്ടീൻ കണ്ടന്റ് കുറയുന്നുള്ളൂ. പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി ഫുഡ് തന്നെയാണ് ഈ ഒരു ഇത്. അര കിലോന്റെ പാക്കറ്റ് ആണ് ഇത്. ഇവിടെ നമുക്ക് കുറേയായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രിൻസിപ്പീന് അതെങ്ങനെ കിലോനാണോ? അത് നമുക്ക് 100 ഗ്രാം എങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതെ അതെ. ഫിഷ് പഠിക്കുന്നവർക്ക് നമുക്ക് കോളേജിൽ ചോദിക്കുന്നുണ്ട് ഫിഷിന്റെ ഫുഡ് അവിടെ കിട്ടുക. ഫിഷ് പഠിക്കുന്നവർക്ക് ഇവിടുന്ന് ആർട്ടിമ റിങ്, യെല്ലോ റിങ്, റെഡ് റിങ് അതൊക്കെ 10 ഗ്രാം വെച്ചിട്ട് 10 ഗ്രാമിന് അത് അവൈലബിൾ ആണ്. ഒന്ന് ചോദിച്ചാൽ ഫുഡും കാര്യങ്ങളൊക്കെ ഫിഷിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളെ ഈ ഒരു ഫാമിലുണ്ട്. ഫ്രണ്ട്സ്, ഏതൊരു ഫാം ആയാലും അതില് കുടുംബം ഒരു സപ്പോർട്ട് വേണം. അപ്പൊ മോന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. മോന് ഇപ്പൊ എല്ലാ കാര്യങ്ങളും പറയില്ല ഇവിടുത്തെ അല്ലേ? എല്ലാ കാര്യം നോക്കൂലേ? എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. വൈഫും അമ്മയും എല്ലാവരും സപ്പോർട്ടാണ്. അപ്പൊ ഒരു ഫാമിന്റെ വിജയരഹസ്യം എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തെ എല്ലാവരും നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാം. പ്രത്യേകിച്ച് മോന് ഇവിടെ എല്ലാ കാര്യങ്ങളും നല്ല വലങ്കയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഈ ഫാം? അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കാം അവർക്ക്. ഇത് നമ്മുടെ കോഴിക്കോട് കുന്നമംഗലം, അവിടുന്ന് നമ്മളെ NIT കെട്ടാങ്ങല് കെട്ടാങ്ങൽ ഇറങ്ങി അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ടേക്കായിട്ട്. നമ്മളെ പൂളക്കോട് ബസ് സ്റ്റോപ്പ് ശ്രീ സദാശിവ ബാലസദനത്തിന്റെ മുന്നിലാണ് വരുന്നത്. എന്തായാലും നമുക്ക് അതിന്റെ ലൊക്കേഷൻ മാപ്പിൽ കൊടുക്കാം. പിന്നെ ഫോണില് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാം അല്ലേ? വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാം. പിന്നെ വരുന്നതിന്റെ ഒന്ന് വിളിച്ചിട്ട് വരിക, കാരണം വർക്ക് ഉണ്ട്. ഫിനാൻസ് കൺസൾട്ടന്റ് വർക്ക് ചെയ്യാണ്. അപ്പൊ മെയിൻ അല്ല, നമ്മൾ ഈ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ പോസ്റ്റിലും വീഡിയോയിലും നമ്മൾ ഈ നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ കോൾ ചെയ്യാതെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹം സമയം കിട്ടുമ്പോൾ നിങ്ങൾ തിരിച്ച് അതിന്റെ റിപ്ലൈ തരുന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ഈ ഒരു ഫാം? അടിപൊളിയായിട്ടില്ലേ? അത് അതുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും